സമയം ഇപ്പോൾ കൃത്യം 6 മണിയായിരിക്കുന്നു. പുലർച്ചെ 6 മണി കേട്ടോ, വൈകുന്നേരമല്ല. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കി നോക്കി മഞ്ഞിറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ. ആരൊക്കെ നേരത്തെ 6 മണിക്കൊക്കെ കുളത്തിലെ കുട്ടികൾ കുളിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് മുയലിനെ ഗ്രില്ലടിക്കാൻ പോകാതെ, അതെ നമ്മൾ റാബിറ്റ് ഗ്രില്ലടിക്കാൻ പോവാണ്. ബാക്കിൽ സനുബേട്ടനും ഷാഫിയും മറ്റേ ചാർക്കോൾ കത്തിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ റാബിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അയിലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. അയിലക്കാട് അവരവിടെ മുയലുകളെ ഇങ്ങനെ ഇറച്ചി മുയലുകളും ഫാൻസി മുയലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും കാണിച്ചു തരാം. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾക്ക് അവരൊരു മുയൽ തരുകയുണ്ടായത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഗ്രിൽഡ് അടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം കേട്ടോ. ഓക്കെ, നമ്മളുടെ മുയൽക്കുട്ടൻ ഇതാ കണ്ടില്ലേ. നമ്മളെ ആവലോൺ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ മുയലിൻ്റെ ഒരു എന്താ പറയുക ഫാമാണ്. ഈ ഇറച്ചി മുയലുകളും പിന്നെ ഫാൻസി മുയലുകളൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് അവരെ വീഡിയോ എടുക്കാൻ വേണ്ടി കവർ ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ അപ്പോൾ ഒരു ഫാമിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കാരണം ഒന്നും കൂടി ഡെവലപ്പ് ആവാനുള്ളൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് അവർ നമുക്കൊരു മുയൽ കുഞ്ഞിനെ തന്നത്. ജസ്റ്റ് അവർ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എന്താ പറയുക വിലപ്പെട്ട ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ അവരൊരുപാട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അവർ തന്നിട്ടുള്ളൊരു റെസിപ്പിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഒന്ന് ഗ്രിൽഡ് അടിക്കാൻ പോണത്. പറഞ്ഞില്ലല്ലോ അല്ലേ, നമ്മളിന്ന് ഗ്രിൽഡ് അടിക്കാനായിട്ടാണ് പോണത്. മുയൽ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കുക്ക് ചെയ്യാനും പോണത്. അപ്പോൾ അവർ പറഞ്ഞ ആ റെസിപ്പിയിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുയൽ വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിടാം. അപ്പോൾ അധികം സമയം കളയണില്ല. രാവിലെയാണ് നമ്മൾ കുറച്ച് നേരത്തെയാണ് ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ മസാല ചേർക്കേണ്ട കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങളിലേക്ക് കിടക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ടുള്ള നമ്മളെ നാടൻ മസാല കൂട്ട് അരച്ച് കൊടുന്നതാട്ടത്. അപ്പോൾ ആദ്യം നമ്മളിത് മൊത്തം ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇടുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നാടൻ രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല, അതായത് ബിരിയാണി കൂട്ടിൻ്റെ മസാലയാണ്. അത് മുഴുവനായിട്ട് നമ്മൾ ആവശ്യമുണ്ട്. ഇതിന് പെരുംജീരകമുണ്ട്, പിന്നെ കറുവപ്പട്ടുണ്ട്, ഗ്രാമ്പുണ്ട്, അപ്പോൾ തക്കോലുണ്ട്. അത് മൂന്നും മിക്സ് ചെയ്തിട്ടുള്ള ഗരം മസാലപ്പൊടി ഇതിലേക്ക്. ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ ഈ ഫ്ലേവർ അടിപൊളിയാണ്. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ തൈര് ആഡ് ചെയ്യണം. അപ്പോൾ തൈര് നാടൻ തൈരാണ്. നമ്മൾ കുറച്ച് തൈര് ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുനാരങ്ങ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. പക്ഷെ നമുക്കിതിൽ വെള്ളത്തിനുള്ളത് കൂടി ഇതിൽ കിട്ടും. അത്യാവശ്യം നല്ല പുളിപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി മാത്രം വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റിയില്ല, അപ്പോൾ അതിന് പാക്കറ്റ് ഉണ്ട്. പിന്നെ വേറൊരു അമ്മളി പറ്റി സംഭവം എല്ലാ സാധനങ്ങളും കൊടുത്തെങ്കിൽ കൂടി ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞു, ഉപ്പെടുക്കാൻ പറഞ്ഞു. സനുബേട്ടനെ വിളിച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്, സാധനം വരും. അപ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് ഒരു എരിവിനാണ്. അത്യാവശ്യം പറയാം മുളക് ഉണ്ട് അതിൽ, പിന്നെ മുളക് പൊടിയുണ്ട്, കുരുമുളകുണ്ട്. നല്ല സ്പൈസി ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാണ്ട്, അപ്പോൾ ഉപ്പ് വരാണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മുയലിൻ്റെ മുളക് കുറച്ച് വരടാണ്ട് ഇത് വരിഞ്ഞു കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടേ വരിഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ഇറച്ചിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറച്ചി കുറച്ച് ടൈറ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ തൈര് അല്ലെങ്കിൽ എന്തെങ്കിലും പുളിയുള്ള സാധനം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അതിനാണത്. പിന്നെ മസാല തേച്ച് കുറച്ച് നേരം നമ്മൾ എടുത്ത് വെക്കണം.
നല്ല കിടിലനായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സോറി വരണ്ടിട്ടുണ്ട്, എന്താ തെറ്റിടുന്ന ഉള്ളു പിഴവാണല്ലോ ഇവിടെ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് മസാല ചേർക്കാണ്ട്, മസാല ചേർത്തിട്ട് ഇനിയും വെക്കണം അരമണിക്കൂർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി എന്താ പറയുക, തീയൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കാണ്ട് നമുക്കെന്നാൽ അത് നോക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേ വെള്ളം അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതായത് വലിയ മുയലായതുകൊണ്ട് തന്നെ കുറച്ച് മസാല കൂടുതൽ വേണമല്ലോ. അപ്പോൾ അതിനുള്ള വെള്ളം ഇതിൽ ഓൾറെഡി നമ്മൾ കരുതിയിട്ടുണ്ട്. മസാലയുടെ കളറ് റെഡിഷ് ആവും, ബ്രൗണിഷ് ആവുന്നുണ്ട്. ഉപ്പ് വേണോ വേണ്ടത് നമുക്ക് നോക്കാം. ചിലപ്പോൾ പുളിപ്പുണ്ടെങ്കിൽ അതിന് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലേ? വേണമല്ലേ? ഉപ്പ് വേണത്ര. ഉപ്പില്ലാതൊക്കെ ഞാനൊക്കെ അത്ര ഭക്ഷണം കഴിച്ചിട്ട് വെച്ചിട്ട് അത് ഇവർക്ക് അറിയില്ല. പിന്നെ വേറൊരു ഗെയിമിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. സനുവേട്ടൻ പോയി, സജേഷ് വന്ന്, ഒരാൾ പോയി ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മസാലയ്ക്ക് ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുള്ളത്. അതെന്താ വെച്ചാൽ ഈ ഒരു മറ്റേ എന്താണ് സാധനത്തിൻ്റെ പേര്, കുരുമുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പാടൊരു കളറാണ്. പിന്നെ നമ്മൾ പച്ച മസാലയാണല്ലോ കൂടുതൽ ഇതാക്കി, എരിവിന് കൂടുതൽ പച്ചമുളകാണ്. അപ്പോൾ അതാണ് നമ്മളെ സ്പെഷ്യൽ. ഞാൻ പുളിപ്പിനോട്ടെ, പുളിപ്പുണ്ട്, പൊടിക്കൂടി വേണ്ടി വരും, കുറച്ച് കുറവ് കിട്ടും. അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് മസാല പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ എടുത്ത് വെക്കണം. കണ്ടാ നമ്മൾ ട്രഡീഷണൽ പറഞ്ഞ ട്രഡീഷണൽ തന്നെ ചിരട്ടയിൽ ഉപ്പ് കൊടുക്കുന്നുണ്ട് സനുവേട്ടെ. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിന് കൂടുതലൊക്കെ ഉപ്പിടാം. അവിടെ തീ കത്തിക്കണതിൻ്റെ ഒരു തിരക്കിലാട്ടോ. ഓക്കെ, ഇനി ഉപ്പായി എന്ന് വിചാരിക്കും. നമുക്ക് ഇനി ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമുക്ക് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളിന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ മസാല ഒന്ന് ജസ്റ്റ് ഒന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ഇനി നന്നായിട്ട് മസാല എങ്ങനെ ഇങ്ങനെ തേച്ചതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റി കൊടുക്കണം. വരയൊക്കെ ഇട്ട് കൊടുത്തില്ല, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറ്റി കൊടുത്താൽ മസാല എല്ലായിടത്തും ഉള്ളിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കോളും. അപ്പോൾ അത് ഒരു ഭാഗത്ത് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല കയറ്റി കൊടുക്കാണ്ട്. നല്ല കട്ടിയുള്ള, സോറി നല്ല കട്ടിയില്ല, നല്ല വലിപ്പമുള്ള ഇറച്ചി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്താ പറയുക, ഈ മുയൽ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഒരു കിലോ മുയലിന് പറയുന്നത് 300 രൂപയുടെ അടുത്താറ്റം വരുന്നുണ്ട്. അത് സീസൺ അനുസരിച്ച് മാറില്ല എന്നൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്ന, നാച്ചുറലായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്ന മുയലുകളാണ്. ഇറച്ചി മുയലുകളുണ്ട്, ഫാൻസി മുയലുകളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കൃത്യമായിട്ട് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മസാല ഇതാ മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി പരമാവധി ഹോള് ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് കയറ്റി വെക്കണം. കണ്ടാ ആള് കുട്ടപ്പനായില്ലേ മസാലയിൽ കുളിച്ചിട്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ഏകദേശം 3/4 മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ, എന്നാലും ശരിക്കും മസാല പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആളൊന്ന് നമ്മുടെ എടുത്തട്ടെ. നമ്മളിത് ചാർക്കോൾ കത്തിക്കാൻ അതിമ്യാരകമായിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷാഫി അതാ സജേഷ് വീശാൻ്റെ സാധനമൊക്കെ എടുത്ത് കൊടുത്തിട്ട് വീശുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായിട്ട് കനലായിട്ട്, അപ്പോൾ കനലായി വന്നതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കണം. അടുത്തത് നമ്മളൊരു ഏകദേശം ഒരു 10-20 മിനിറ്റായി നമ്മൾ എടുത്തു വെച്ചിട്ട് ഇനി ഒരു 15 മിനിറ്റും കൂടിയും കാത്തിരിക്കുക. എന്നതിന് ശേഷം നമുക്കിത് ഗ്രില്ലിലോട്ട് കയറ്റിയേക്കാം. ആവലോൺ ഫാമിലുള്ള ആ മുയലുകളുടെ ഇനങ്ങളെന്നൊക്കെ വെച്ചാൽ ഫ്ലമിഷ് വൈറ്റ് ഉണ്ട്. അപ്പം ഞാനൊക്കെ എന്നെ നോക്കാണ്ട് പറയാൻ അറിയില്ല, അതുകൊണ്ടൊക്കെ ഇതിൻ്റെ ബ്രീഡ്സിനെ കുറിച്ചൊന്നും അറിയില്ല, അതുകൊണ്ട് നോക്കി പറയാനേ. ഫ്ലമിഷ് വൈറ്റ്, അതേപോലെ സോവിയറ്റ് ചിൻചില്ല, ഗ്രേ ജിയാൻഡ്, ഇംഗ്ലീഷ് സ്പോട്ട്, അങ്കോറ, ഇത്തരം ബ്രീഡ്സുകളാണ് അവിടെ ഉള്ളത് കേട്ടോ, അവരെ കയ്യിലുള്ളത്. അതായത് ഈ ഒരു നമ്മുടെ ഏകദേശം നമ്മളുടെ ഈ ഒരു ചുറ്റുവളവിലൊന്നും ഇങ്ങനെ ഒരു മുയൽ ഫാം അങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ ഇല്ല, നിലവിലില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ റീച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അയിലക്കാട് ഭാഗത്താണ് ഇവരുടെ ഷോപ്പ് ഉള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, വാങ്ങിക്കോളണം കേട്ടോ. ഓ നല്ല കിടിലൻ ചൂടാട്ടാ, അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. കൈ വയ്ക്കാൻ പറ്റുന്നില്ല, നല്ല ചൂട്. മുയലിനടുത്ത് കൊണ്ടുവരട്ടെ കേട്ടോ. മുയലിനെ കൊടുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പരത്തി ഇങ്ങനെ വെക്കണം. ഉൾഭാഗം ആദ്യം നമുക്ക് ഉൾഭാഗം വെക്കാം. ഈ മുയലിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇതാണ് ചുരുങ്ങും കുറച്ച് കഴിഞ്ഞാൽ. സത്യം പണി ശരിക്കും കമ്പി വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണമെന്ന് പറയും. ഇതൊന്നും ഇങ്ങനെ മടങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കി നോക്കട്ടെ, ആദ്യമായിട്ട് വെക്കണത്. ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇനി ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് വേവണവരൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ടേ നമ്മളെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ വാള്, 2 വാള് ടിങ് 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 ആ സാധനം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് കുറച്ച് കൂടുതലുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. ഇത് മറിച്ചിടുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക്. അയ്യോ അല്ലേ, ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടാ. കരിയല്ല, കുറച്ച് കൂടുതലായിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് ചൂടായിട്ടുണ്ട്. കണ്ടാ, ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കേണ്ടി വരും. ഒന്ന് ഇതായിട്ടുണ്ട്. നമ്മളെ മസാലയുടെ മണമുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മറ്റേ ഇഞ്ചി ഇതൊക്കെ ഇട്ടുള്ള ആ ഒരു നാടൻ ഫ്ലേവറിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു സ്മെല്ലിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്താ പറയുക, കഴിഞ്ഞ ഈ സ്മെല്ലല്ലേ ഇത് തന്നെയല്ലേ നമുക്ക് മറ്റേ മീൻ വെച്ചപ്പോഴും. അതെ, അതേ മസാല കൂട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിന് യൂസ് ചെയ്തത്. പക്ഷെ ഇതിൽ ഗരം മസാല ആഡ് ചെയ്ത്, മറ്റേ ഗരം മസാല ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ചുകൂടെ വെന്തിട്ടുണ്ട്. നല്ല ചൂട് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇതാക്കാം. ഇനി വീശി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂട് കൂടിയിട്ട് 2 സൈഡ് ഒന്നുകൊണ്ട് മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കൊണ്ട് കയറ്റി ഇതിൽ വെച്ചിട്ട് ഒന്ന് അതിനൊന്ന് 2 സൈഡും താന്നു. ഇപ്പോൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ചൂട് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇത്ര ചൂടിൻ്റെ ആവശ്യമില്ല, പതുക്കെ വേവാവൂ. എന്നാലും ആ ഒരു ക്രിസ്പിയാണ്. ഇതിൻ്റെ എല്ല് കുറച്ച് ടൈറ്റ് ഉണ്ടാവും അത്ര ഈ മുയലിറച്ചി. ഞാൻ 2 വട്ടമേ കഴിച്ചിട്ടുള്ളൂ, ഓർമ്മയില്ല. അപ്പോൾ കുറച്ച് ക്രിസ്പി ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് കൊടുത്തപ്പോൾ ആളൊന്ന് മടങ്ങി തിരിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ആൾ വളഞ്ഞു പോകണുണ്ടല്ലേ. അപ്പോൾ നമ്മളാ ഗ്രിൽഡ് ഇതുമെന്നിട്ട് കയറ്റി മാറ്റി വെച്ചപ്പോൾ ആൾ നടും. ഓക്കെ, ഇനി ഇത് ഇയാളെ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഈ ഭാഗം അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ. അത് മതി, ഉണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നും കൂടി വെച്ച് കൊടുക്കാം അല്ലേ, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്, വളഞ്ഞു പോകും. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടാ, അത്യാവശ്യം നന്നായിട്ട് വെന്തു. ഇനി നമ്മളിതൊരു വാഴയിലോട്ട് മാറ്റണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് കൊണ്ടായിട്ട് വാഴയിൽ വെക്കാം. ഓക്കെ, ഇതാ നമ്മൾ വെറൈറ്റി പിടുത്തൊക്കെ പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ വാഴയിലോട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. നമ്മളിത് ഡിസൈൻ ചെയ്യുന്ന പരിപാടി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് നമ്മളിത് പാകം ചെയ്യുക, ടേസ്റ്റ് നോക്കുക, അതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഇനി ഫുഡ് അഴി, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇരിക്കുക ചേച്ചേ, നമുക്ക് അലങ്കരിക്കണ്ടേ? അലങ്കരിക്കാനുള്ള സാധനം അലങ്കരിച്ചാലോ? അലങ്കരിക്കാനുള്ള സാധനം കൊടുത്തില്ല. സമയം ഒരുപാടായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, രാവിലെ പല്ലും തേച്ചിട്ട് മുഖം കഴുകിയിട്ട് പോകുന്നതാണ്, കുളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. രാവിലെ തന്നെ വെറൈറ്റി. ഓക്കെ, നോക്കിയേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അല്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, ആ ഗ്രിൽഡിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, വല്ലാണ്ട് വെറുപ്പിക്കണല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് മൂന്നാം കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കല്ലേ. മാവലേറ്റ് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന സാധനം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ മക്കളെ, കട്ടിയുണ്ടാവും. ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, നോട്ടെ. അടിപൊളി അടിപൊളി അടിപൊളി. ഷാഫിജി പറഞ്ഞ പോലെ തന്നെ കുറച്ച് എരിവ് കൂടുതലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിങ്ങനെ വേറെടുത്താൽ കുറച്ച് പണിയാണ്, കുറച്ച് ബലമുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. സനുവേട്ടൻ പറയും, അഭിപ്രായം പറയും. അതൊന്ന് വേറെ ഞാൻ ആദ്യം എടുത്ത് കഴിക്കണേ.
നല്ല ചൂട്. സജേഷ് ബുദ്ധി കളിച്ച് കത്തിയിട്ട് തുറന്നിട്ടുണ്ട്. സംഭവമില്ലേ, ഒരു ചെറിയ കഷ്ണം കഴിച്ചു അതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിച്ചുള്ളൂ. മസാല ഉള്ളിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു പീസ് എടുത്ത് കഴിച്ചാലേ അറിയുള്ളൂ. എന്ത് സാനുവേട്ടൻ പറയും, എന്തെങ്കിലും അവസ്ഥ? നല്ല എരിവുണ്ട്. ടേസ്റ്റിനെ കുറിച്ച് പറയും. എരിവ് നമ്മൾ ടേസ്റ്റ് നോക്കട്ടെ. ഞാനിതിൻ്റെ ലെഗിൻ്റെ ഒരു പീസ് എടുത്തോട്ടെ. ഓക്കെ, ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ? അടിപൊളി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മുയൽ കഴിക്കുന്നത്. മുയൽ ആദ്യമായിട്ട് സനുവേട്ട കഴിക്കുന്നത്. ഞാൻ 2-3 കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടേസ്റ്റ് അല്ല, അത് ഒരു വേറെ വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളുണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ പറയാമല്ല, സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിക്കണ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് ഇടിച്ചിടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ.